ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ചെയ്യുന്ന വീഡിയോ കേട്ടോ ഇത്. പെരുന്നാളിലെന്നൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ ഫോണിൽ വെക്കാനൊരു സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഫോൺ ഇങ്ങനെ ഒരു കയ്യിൽ പിടിക്കുന്നുണ്ട്, ഒരു കയ്യിൽ പണിയെടുക്കുമ്പോൾ ഇപ്പോൾ ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ പിന്നെ ഞാനങ്ങനെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, ചെറിയൊരു വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ടായി. പിന്നെ പറയാൻ ഈ പെരുന്നാൾക്ക് നമുക്ക് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഈ അടുത്തൊരു കല്യാണം ഉണ്ടായി, അപ്പോൾ ഡ്രസ്സ് എടുത്തിട്ടായിരുന്നു അതന്നെ, അല്ലാതെ പുതിയതായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല. എൻ്റെ പുറകിൽ കണ്ട നിങ്ങൾ കുറേ തുണി, അതെന്താണെന്ന് വെച്ചാൽ ഇത് പറയണേ ഇത് പിന്നെ പച്ചക്കട്ടയാണ്. പണ്ട് കുറേ വർഷം മുന്നുള്ള ഒരു വീടാണ്, കാണുമ്പം തന്നെ അറിയാൻ പറ്റും. കണ്ട ഷീറ്റാണ് ഇത്, നമ്മൾ സ്വന്തം വീടല്ല കേട്ടോ, ഇത് വാടകയ്ക്ക് നമ്മൾ താമസിക്കുന്ന വീട്. പൊളിഞ്ഞു വീഴാനായിട്ട് ഇതൊന്ന് മാറാൻ നിൽക്കുകയാണ്. പിന്നെ പറയാൻ എൻ്റെ ഈ വീഡിയോയിൽ കാണുന്ന കളർ കണ്ടോ, നീല. അതെന്താ വെച്ചാൽ ഇവിടെ ഒരു നീല ഷീറ്റ് കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ മഴ പെയ്താൽ മൊത്തം ഇങ്ങോട്ടേക്ക് അടുക്കളയിലേക്ക് വെള്ളമാവും. അപ്പോൾ ഞാൻ പുറത്തിരുന്ന് വീഡിയോ ചെയ്യലില്ല, എന്താ വെച്ചാൽ മെയിൻ റോഡിൻ്റെ സൈഡാണ്. അപ്പോൾ എനിക്ക് പുറത്തിരുന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഇടങ്ങാറ്, അത് ചെയ്യട്ടെ. പിന്നെ വേറെ പറയാനെന്താ, എൻ്റെ പിന്നെ തമ്പനയിൽ നിങ്ങൾ കണ്ടോ, എന്താ വെച്ചാൽ ഞാൻ ആദ്യം ന്യായീകരിച്ചതൊന്നും പറയുന്നില്ല കേട്ടോ, നമ്മളൊക്കെ എന്ത്. പക്ഷേ കുറേ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നുന്നു, അങ്ങനെ പറയുന്നതാണ്. അല്ലാതെ ആരെയും ന്യായീകരിച്ചോ അങ്ങനെ ഒന്നും തന്നെ പറയുന്നില്ല. പിന്നെ ജസ്ന സലീമിൻ്റെ തട്ടം ഊരിയ ഒരു വീഡിയോ കണ്ടില്ലേ, അത് പറയാൻ ഇപ്പോൾ ചിത്രം വരക്കുന്ന, ഇപ്പോൾ ഒരു മുസ്ലിം പെണ്ണ് ഒരു കൃഷ്ണൻ്റെ ചിത്രം വരച്ച്, ശരി, അതിന് കുറേ ആൾക്കാർ കമൻറ്റുകൾ കണ്ടിട്ടാണ് എനിക്ക് ആ ലൈവിലാവട്ടെ ഉള്ള വീഡിയോ കടിയിലാവട്ടെ കുറേ ആളുകൾ മോശമായ കമൻറ്റ് പല രീതിയിൽ. എനിക്ക് തോന്നുന്നു അതിൽ 3/4 ഭാഗവും നമ്മൾ മുസ്ലിംസിൻ്റെ കമൻ്റായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതായത് അവളെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. ഇപ്പം പറയാൻ ഓള് ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുന്നത്, അന്ന് പറയാൻ പഴയ വീഡിയോ കുറേ നിങ്ങളൊന്ന് വായിച്ചിട്ട് അതിലെ കമൻറ്റ് നോക്കി നോക്ക്, കൂടുതലും മുസ്ലിംസ് തന്നെയാണ്. പിന്നെ വേറെ ആളുടെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ കൂടുതലുണ്ടല്ലോ ഈ പിന്നെ എന്താ പറയുക, ഈ യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു വീഡിയോ ചെയ്യുന്ന കൂടുതലും പെണ്ണുങ്ങൾ തന്നെയാണ്. പെണ്ണുങ്ങൾ ജാതി മതം പറയുന്നില്ല, പെണ്ണുങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെതിരായിട്ടും പിന്നെ ഓരോ വീഡിയോയുടെ താഴെ കമൻറ്റുകൾ കണ്ടിന്. എന്താണെന്ന് വെച്ചാൽ പിന്നെ പെണ്ണുങ്ങൾ, അതും മുസ്ലിം പെണ്ണുങ്ങൾ പറഞ്ഞിട്ട് കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. മുസ്ലിം പെണ്ണുങ്ങൾ എന്തിൻ്റെ കേടാ, മുസ്ലിം പെണ്ണുങ്ങളാണ് എല്ലാ പ്രശ്നം ഉണ്ടാക്കുന്നത്, മുസ്ലിം പെണ്ണുങ്ങളാണ് അതാക്കുന്നത് ഇതാക്കുന്നത് പറഞ്ഞിട്ട്. നമ്മൾ ഓരോരുത്തരും വീഡിയോ ചെയ്ത് ചാനലാക്കി അത് പിന്നെ എന്താ പറയുക, നമ്മൾ ID പ്രൂഫെല്ലാം വെച്ച് വെരിഫിക്കേഷനൊക്കെ ചെയ്ത് എന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിടുമ്പോൾ ഇങ്ങനെ കുറ്റം കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ്. എൻ്റെ വീഡിയോക്ക് ആണെങ്കിലോ ഇനി മറ്റുള്ളൊരു വീഡിയോക്ക് ആണെങ്കിലും കുറേ മുസ്ലിം സ്ത്രീകളെ കുറിച്ചിട്ട് പറയുന്നത് ഞാൻ കേട്ട്. ഇനി അത് കണ്ട് ഞാൻ കമൻറ്റിൽ എന്താ പറഞ്ഞാൽ യൂട്യൂബ് ഒരു വോയിസ് കമൻറ്റിലൂടെ നമുക്ക് വോയിസ് ചെയ്യുന്നൊരു സാങ്കേതിക വിദ്യയും കൂടി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ജനം ഈ സാധനം വെച്ചേക്കൂല. അപ്പോൾ ടൈപ്പ് ചെയ്തിട്ട് അത്തരം തെറികളും അതും ഇത് ഇടുമ്പോഴൊരവസ്ഥ ഓർത്ത് നോക്കി. ഈ ജസ്ന സലീമിൻ്റെ തന്നെ കുറേ വീഡിയോക്ക് നമ്മൾ ലൈവ് വരുമ്പം നോക്കിയാൽ മതി, തെറി തന്നെ കമൻറ്റ് വരുന്നത്, എച്ചാതി തെറി. അതിൽ എനിക്കൊന്നും പെണ്ണുങ്ങൾ ഒരിക്കലും ആശ്രയിച്ച് തെറി വിളിക്കില്ല, ആണുങ്ങൾ തന്നെ ആയിരിക്കണം അങ്ങനെ തെറി വിളിക്കുന്നുണ്ടാവുക. ഒരു പിന്നെ മുസ്ലിം പെണ്ണ് ഇനിയിപ്പോൾ അമ്പലമോ അല്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യൻ പള്ളിയോ അങ്ങനെ എന്തെങ്കിലും പടം വരച്ചെന്ന് കരുതി ഒരിക്കലും അത് ഹിന്ദു ആവുമോ? ഇല്ല. ഇപ്പം എൻ്റെ ഭർത്താവ് ഈ പള്ളിയൊക്കെ നല്ലോണം വരക്കും, പള്ളിയൊക്കെ. അതായത് ഇനിയിപ്പോൾ ഒരമ്പലം കാണിച്ചെടുത്തിട്ട് ഇതുപോലെ വരക്കുമോ ചോദിച്ചാൽ അതും വരക്കും എന്ന് കരുതി എൻ്റെ ഭർത്താവ് എന്താ ഹിന്ദു ആവുന്നുണ്ടോ? ഇല്ല. പക്ഷേ കേട്ടല്ലോ ഓളി ഇപ്പം അങ്ങനെ ആയിപ്പോൾ ഒരു തട്ടം വരെ ഓടിച്ചാടി വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന പിന്നെ കമൻറ്റുകളിട്ട കുറേ ആളുകളുണ്ട്, പല കമൻറ്റുകളിട്ട് അവരൊക്കെ കാരണം തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. കാരണം എന്താ വെച്ചാൽ ഒരാൾ നന്നാവാൻ എങ്ങനെയെങ്കിലും മാക്സിമം നന്നാവാൻ നോക്കുമ്പോഴത്തേക്ക് ഈ ജനങ്ങൾ എന്താക്കും, പല തരത്തിലുള്ള, ഞാൻ പറഞ്ഞില്ല വോയിസ് അതിൽ ഇല്ലാത്തത് നമ്മളൊക്കെ ഭാഗ്യം. വോയിസും കൂടെ ആ കമൻറ്റ് ബോക്സിൽ പിന്നെ യൂട്യൂബ് ഉൾപ്പെടുത്തി നിങ്ങളൊരവസ്ഥ നിങ്ങൾ ഓർത്ത് നോക്ക്. എന്തെല്ലാം കേൾക്കേണ്ടി വന്നേനെ. കുട്ടികൾക്കെല്ലാം ഇത് തുറക്കാൻ പറ്റുമോ, ഓണാക്കാൻ പറ്റുമോ? പിന്നെ പറയാനെന്താ,
എനിക്ക് ഞാൻ കുറേ വീഡിയോസ് ഉള്ളതൊക്കെ കണ്ടോളൂ. പിന്നെ പലതും സംസാരങ്ങളും പെരുന്നാളിന് ഇട്ട ആ ഒരു ഡ്രസ്സാലെ വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ അമ്മോ എന്തോരം കമൻറ്റ് അതിനകത്ത് വന്നിട്ടുള്ളത്. അത് എനിക്കൊന്നും ഒരു നല്ല കമൻറ്റ് പോലും അതിൻ്റെ അകത്തില്ല. ഞാൻ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പിന്നെ ആർക്കൊന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് ഓരോരുത്തർ ഇഷ്ടമാണ് ഓരോരുത്തർ എന്ത് ഡ്രസ്സ് ഇടണം എന്നുള്ളത്. അല്ലാതെ ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നിങ്ങളിടുമോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഞാനിടുമോ? ഇല്ല. ഇപ്പം സാരി ഇടുന്നവർ ചിലപ്പം ചുരിദാർ ഇടണമെന്നില്ല. അതുപോലെയൊക്കെയാണ്. പിന്നെ എനിക്കെന്തോ ഒരു ഇത് തോന്നി. അങ്ങനെ കുറേ കമൻറ്റ് കണ്ടപ്പോൾ അത് ഞാൻ എന്താക്കുന്നത്, ഈ കമൻറ്റൊക്കെ വായിച്ചാൽ ഓരോരുത്തരുടെ ഐ ഡിയിൽ കയറി നോക്കും. ഇനി ഫേക്ക് ഐ ഡിയിൽ എന്തെങ്കിലും ആണെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. അല്ലാതെ ഒറിജിനലായിട്ടുള്ള എന്തെങ്കിലും ഐ ഡി ആണെങ്കിൽ ഞാനതെടുത്ത് നോക്കും, ആരാ എന്താ എന്നൊക്കെ നോക്കും. അന്ന് ഞാൻ തന്നെ എനിക്ക് ചെറിയ ചാനലാണ് എൻ്റെതെന്ന് പറഞ്ഞാൽ വലിയ ചാനലും കാര്യങ്ങളൊന്നുമല്ല. ഞാൻ കുറച്ച് വീഡിയോ ഇടുന്നു. ഇപ്പോൾ ലോങ് വീഡിയോ തന്നെ എൻ്റെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ ഷോർട്ട് വീഡിയോ കുറച്ച് അധികം ഇടും. മുമ്പ് എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു. അത് പറയാൻ കുക്കിംഗ് ചാനൽ മാത്രമായിരുന്നു. അങ്ങനെ അത് എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് തന്നെ അത് ബ്ലോക്കായി പോയതാണ്. അപ്പോൾ പറയാൻ ഞാനൊരിക്കൽ ഒരിക്കൽ വീഡിയോ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഞാനൊക്കെ എന്ത് വെറും ശിശു. എന്നിട്ട് അതിന് തന്നെ മോശം കമൻറ്റ് വന്നു. പെണ്ണുങ്ങൾ എന്തൊക്കെയോ കമൻറ്റ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പ്രൊഫൈലൊക്കെ ഞാൻ കയറി നോക്കി. അത് പിന്നെ കമൻ്റ് ഇട്ടിന് ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്ത ലോങ് വീഡിയോ. അപ്പോൾ അത് കമൻ്റ് ഇട്ടുക, പിന്നെ നീ എന്താ മാസ്ക് ഇട്ട് ചെയ്ത് അങ്ങനെ ഇങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ടോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിക്കുന്നത് ഇതേതാ തള്ളാന്ന്. സത്യം നമ്മളങ്ങനെ വിചാരിക്കും ഇതേതാ തള്ളാന്ന്. ഒരു പെണ്ണുങ്ങൾ തന്നെ കേട്ടോ, ആണുങ്ങളൊന്നുമല്ല, ഫേക്ക് ഐ ഡി ഒന്നുമല്ല, ഒറിജിനൽ ആ വ്യക്തിൻ്റെ. പിന്നെ ഇതൊക്കെ ഞാൻ എടുത്ത് നോക്കി. നമുക്ക് സ്വന്തം ഫോട്ടോ തന്നെ വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറയാം, നമ്മളങ്ങനെ പ്രതികരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ നേരം ഉണ്ടാവുള്ളൂ അല്ലേ. അതുകൊണ്ട് ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. ആ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടില്ല. കമൻറ്റ് അങ്ങനെ അതിലുണ്ട്. എന്താ പറയുക, ഓരോരുത്തരുടെ ഇങ്ങനൊരു പ്രാന്തിലോ അങ്ങനെ ഇങ്ങനെയും എല്ലാം എത്തിക്കുന്നത് മനുഷ്യർ തന്നെയാണ്, അല്ലാതെ വേറെ ആരുമല്ല. മനുഷ്യർ തന്നെയാണ് അങ്ങനെ എത്തിക്കുന്നത്. ഇപ്പോൾ ഷാജിൻ്റെ അതന്നെ എടുത്ത് നോക്കിയാൽ പോരെ. ഓള് പഴയ വീഡിയോയിൽ ഓൾ അങ്ങനെയല്ലായിരുന്നു. പിന്നെയല്ല ഓൾ ഇങ്ങനെ ആയിപ്പോയത്. ജനങ്ങൾ തന്നെ അങ്ങനെ ആക്കിയത്. ജനങ്ങൾ തന്നെ. അന്ന് ഞാൻ ലൈവ് കയറിയത് കണ്ണ് തള്ളിപ്പോയി തെറി കണ്ടിട്ട്. ഒരു പെണ്ണ് ലൈവ് എന്തോരം തെറിയറപ്പേ പറയാൻ ഇറക്കുന്ന വാക്കുകളാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുള്ളത്. ആ തെറീൻ്റെ അകത്ത് ഉണ്ടായിട്ടുള്ളത്. ഞാൻ കുറച്ച് നേരം നിന്ന്. അപ്പോഴത്തേക്ക് തന്നെ എത്രയോ 18,000 20,000 ആൾക്കാർ അതിലുണ്ട്. ഞാൻ പറയാം, നമ്മളൊന്നും ലൈവ് ഇട്ട ഒരു മനുഷ്യനുണ്ടാവില്ല. നല്ലത് സംസാരിക്കാൻ ആരുണ്ടല്ലോ. തെറി കേൾക്കാൻ നമ്മളെ മലയാളികളെ കഴിച്ചിട്ടേ ഉള്ളൂ. എവിടെയാണോ കച്ചറ, ആരാൻ്റെ അമ്മക്ക് ഭ്രാന്തളിക്ക് കാണാൻ നല്ല ചേലാന്ന് പറഞ്ഞ പോലെ എവിടെയാണോ കച്ചറ അവിടേക്ക് നമ്മൾ മലയാളികൾ പോകും. ഞാനിതിലിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു തന്നെ കേട്ടോ, അല്ലാതെ വേറൊന്നും. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യണം.